കേരളത്തിലെ റീറ്റെയിൽ രംഗത്ത് ലുലു ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ സംരംഭമായ ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റിലൂടെ വിജയകഥ രചിക്കുകയാണ്. കൊച്ചിയിലെ പ്രീസ് ഫോം മാളിൽ 2023 പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ലുലു ഡെയിലി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ആധുനികവും ഒതുക്കമുള്ളതുമായ രൂപമാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ലുലു ഡെയിലി പതിപ്പായിരുന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാക്കുക എന്നത് ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംരംഭം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ വിജയമാണ് നേടിയത്. 2024 ഹൈലൈറ്റ് മാളിലും കൊല്ലം ഡീസ് മാളിലും ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റുകൾ തുറന്നു. നിലവിൽ ആരംഭിച്ച ഈ ഡെയിലി സൂപ്പർ മാർക്കറ്റുകൾ ലാഭകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഉടനീളം ഡെയിലി സൂപ്പർ മാർക്കറ്റിൽ വ്യാപിക്കാൻ ലുലു ഗ്രൂപ്പ് ഒരുങ്ങുകയാണ്. ചെറിയ സ്റ്റോറുകളിലൂടെ വലിയ വിജയം നേടുക എന്ന ലുലുവിന്റെ ഈ പരീക്ഷണ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിപുലീകരണ പദ്ധതികൾക്ക് ഗ്രൂപ്പ് വേഗം കൂട്ടുന്നത്. ഇത് പ്രാദേശിക തലത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. കേരളത്തിൽ നിലവിൽ 5 ലുലു മാളുകളാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട്, കൊച്ചി, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ്. ഇതിൽ കോട്ടയത്ത് ഒരു മിനി മാളാണ്. ഇതിന് പുറമെ മലപ്പുറം ജില്ലയിൽ ലുലു ഗ്രൂപ്പ് 2 പുതിയ മാളുകളുടെ നിർമ്മാണത്തിലാണ്. പെരിന്തൽമണ്ണയിലും തിരൂരിലുമായി ഒരുങ്ങുന്ന ഈ മാളുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഈ വർഷം തന്നെ ഇവയുടെ ഉദ്ഘാടനം നടക്കണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇതിലൊന്ന് ഓണത്തോടനുബന്ധിച്ച് തുറന്നേക്കുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ 3.5 ചതുരശ്രീ അടി വിസ്തൃതിയിലാണ് മാൾ നിർമ്മിക്കുന്നത്. 4 നിലകളായി ഒരുങ്ങുന്ന ഈ മാളിൽ 600 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഫുഡ് കോർട്ടുകളും വിപുലമായൊരു ഹൈപ്പർ മാർക്കറ്റും ഉൾപ്പെടെ തിരൂരിൽ കുറ്റിപ്പുറം റോഡിൽ തൃക്കണ്ടൂർ ഭാഗത്തുള്ള പൂങ്ങോട്ടുകുളത്താണ് മറ്റൊരു ലുലു മാളിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നത്. കോട്ടയത്തുള്ളതിന് സമാനമായി ഇവിടെ ഒരു മിനി മാളായിരിക്കും പ്രവർത്തനം ആരംഭിക്കുക. ഈ പുതിയ മാളുകൾ മലപ്പുറം ജില്ലയിൽ ഷോപ്പിംഗ് അനുഭവത്തിന് ഒരു പുതിയ മാനം നൽകുമെന്നതിൽ സംശയമില്ല. കൊല്ലം ജില്ലയിലെ ലുലുവിന്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. പത്തനാപുരത്തേക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് സ്ഥലം MLAയും മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വേഗം കൂട്ടിയിട്ടുണ്ട്. പത്തനാപുരം പഞ്ചായത്തിന്റെ കീഴിലുള്ള സെൻട്രൽ മാളിൽ ഒരു വലിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാനാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഈ ചർച്ചകൾ 98% വിജയകരമാണെന്ന് ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് സെൻട്രൽ മാളിനുള്ളിൽ വന്നാൽ അത് ഷോപ്പിംഗ് കോംപ്ലക്സിന് വലിയ വിജയമാകുമെന്നും വിലയിരുത്തൽ. എന്നിരുന്നാലും ഈ വിജയത്തിന് ലുലു ഗ്രൂപ്പ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പുതിയ ലുലു ഡെയിലി സ്റ്റോറുകളും വരാനിരിക്കുന്ന മാളുകളും കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ ഉണർവ് നൽകുമെന്നും പ്രത്യേകിച്ചും റീറ്റെയിൽ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ലുലു ഗ്രൂപ്പിന്റെ ഈ വിപുലീകരണ തന്ത്രങ്ങൾ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകാൻ സഹായിക്കും.